നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നിഫ്റ്റി 50യുടെ ടെക്നിക്കൽ അനാലിസിസിനെ കുറിച്ചാണ് നമ്മൾ എല്ലാ ആഴ്ചയും ചെയ്യുന്നത് പോലെ ഈ ആഴ്ചയും നിഫ്റ്റിയുടെ വീക്ക്ലി അനാലിസിസ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നിഫ്റ്റിയുടെ മന്ത്ലി വ്യൂ, വീക്ക്ലി വ്യൂ, ഡെയിലി വ്യൂവിൽ നമ്മൾ അനാലിസിസ് ചെയ്യും. അതിനുശേഷം ഏതൊരു ഡയറക്ഷനിലാണ് മാർക്കറ്റ് കൂടുതലായിട്ട് മൂവ് ചെയ്യാൻ പോസിബിലിറ്റി എന്ന് കണ്ടെത്തും. നല്ല സപ്പോർട്ട് റീജിയൻസ്, നല്ല റെസിസ്റ്റൻസ് റീജിയൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. വീഡിയോ മുഴുവനായിട്ട് കാണുക, കൃത്യമായ ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടി. അതുപോലെ തന്നെ നമ്മുടെ ഒരു ടെലിഗ്രാം ചാനലുണ്ട്. അപ്പം ആ ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ലഭിക്കുന്നതായിരിക്കും. അവിടെ പോയി ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ നിഫ്റ്റിയുടെ 1 മന്ത് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ് ഞാനിവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു ജൂലൈ മാസത്തെ ക്യാൻഡിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പോൾ ചെറിയൊരു ഗ്രീൻ ക്യാൻഡിലാണ് ഫോം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമുക്കിവിടെ ഒരു ക്ലിയർ കട്ട് ഒരു ഡയറക്ഷനും ഇതുവരെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മന്ത്ലി വ്യൂവിൽ ക്ലിയർ കട്ട് വ്യൂ നമുക്ക് ലഭിക്കുന്നില്ല. പക്ഷേ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു സപ്പോർട്ട് റീജിയനും ഹൊറിസോണ്ടൽ സപ്പോർട്ടിനും ഈ ഒരു ട്രെൻഡ് ലൈൻ ചാനലിൻ്റെ ഒരു താഴത്തെ ബോട്ടത്തിനും ആ ഒരു സപ്പോർട്ട് റീജിയനിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഫ്യൂച്ചറിൽ ഒരു അപ്സൈഡ് മൊമെൻറ്റം ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ അത് നമുക്ക് മുമ്പോട്ട് ഉള്ള മാർക്കറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് മാത്രമാണ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനി നമ്മൾ വീക്ക്ലി ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതിന് മുമ്പത്തെ ആഴ്ചത്തെ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് നമുക്കൊരു ഈ ആഴ്ച സ്റ്റാർട്ട് ചെയ്തത് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. അതിനുശേഷം ഒരു ചെറിയൊരു 200 പോയിൻ്റ് റേഞ്ചിലാണ് മാർക്കറ്റ് ചെറിയൊരു 200 പോയിൻ്റ് റേഞ്ചിലാണ് മാർക്കറ്റ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു ഡയറക്ഷനും വീക്ക്ലിയിലും തരുന്നില്ല. പക്ഷേ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു വീക്ക്ലി റെസിസ്റ്റൻസ് ഇവിടെ ഈ ഒരു റീജിയണിൽ ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഇവിടെ കാണാം, നമുക്ക് ഈ ഒരു റീജിയണിൽ റെസിസ്റ്റൻസ് എടുത്ത് ഇങ്ങനെ ഒരു ഡൗൺ ട്രെൻഡ് മൂവ്മെൻറ്റ് തരുന്നുണ്ട്. അപ്പം ഈ ഒരു റീജിയണൊക്കെ വളരെ ക്രൂഷ്യലാണ്. ഈ ഒരു റീജിയൻ ബ്രേക്ക് ചെയ്ത് നമുക്ക് ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഫ്യൂച്ചറിൽ ഒരു അപ്സൈഡ് മൊമെൻറ്റം തന്നേക്കാം. നമ്മളിനി ഡെയിലി ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ ലാസ്റ്റ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് 15,752 എന്ന പോയിന്റിലാണ്. അപ്പം നമുക്ക് ഈ ഒരു റീജിയൺ വളരെ ഇമ്പോർട്ടൻറ്റ് റീജിയനാണ്. ഏതൊരു ഡയറക്ഷനിലാണോ നമുക്ക് ബ്രേക്ക് ഔട്ട് തരുന്നത് ഡെയിലി ക്യാൻഡിലിന്, ആ ഒരു ഡയറക്ഷനിൽ മാർക്കറ്റ് ഇനിയും മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഇതിൻ്റെ ഈ 15,750 ചേർന്ന് നിൽക്കുന്ന റെസിസ്റ്റൻസ് റീജിയൻ എന്ന് പറയുന്നത് ഈ ഒരു 16,000 ലെവലാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു 16,000 ലെവലൊക്കെ നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്ത ഒരു റീജിയനാണ്. അതുപോലെ തന്നെ ഒരു സൈക്കോളജിക്കലി ഒരു 16,000 നല്ലൊരു ലെവലും ആണ്. അപ്പം ഈ ഒരു റീജിയണിന് മുകളിൽ ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ടെങ്കിൽ, ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് ഡേ ക്ലോസിങ് തന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഒരു അപ്സൈഡ് മൊമെൻറ്റം തന്നേക്കാം. അത് 16,700 വരെ തന്നേക്കാം. അവിടെയും നല്ലൊരു റെസിസ്റ്റൻസ് റീജിയൻ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് തന്ന് വീണ്ടും ഒരു റീടെസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു അപ്സൈഡ് മൊമെൻറ്റം തരാം. അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് തന്ന് വീണ്ടും ഈ ഒരു ട്രെൻഡ് ലൈനിൽ ഒരു റീടെസ്റ്റ് തന്നിട്ട് വീണ്ടും ഒരു അപ്സൈഡ് മൊമെൻറ്റം ഉണ്ടായേക്കാം. അതല്ല, ഇനി ഡൗൺ സൈഡ് ഈ ഒരു 15,400 താഴെയാണ് നമുക്ക് ഡെയിലി ക്യാൻഡിലിൽ ക്ലോസിങ് തരുന്നതെങ്കിൽ, ഇവിടെ ഇങ്ങനെ ഒരു ക്ലോസിംഗ് ആണ് തരുന്നതെങ്കിൽ വീണ്ടും നമ്മളൊരു ഡൗൺ സൈഡ് മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്യണം. ഈ ഒരു ഡൗൺഫാളിന് കണ്ടിന്യൂവേഷൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഇതിന് താഴെ ഒരു ക്ലോസിംഗ് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഈ ഒരു റീജിയനൊക്കെ എക്സ്പെക്റ്റ് ചെയ്യണം. 14,200 പിന്നെ നമുക്ക് സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്ന ഒരു സപ്പോർട്ട് റീജിയൻ. അപ്പം ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന്. അപ്പം ഈ ഒരു റീജിയൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരു ഡയറക്ഷനിൽ ബ്രേക്ക് ഔട്ട് തരുന്നുണ്ടോ ആ ഒരു ഡയറക്ഷനിൽ മാർക്കറ്റ് വീണ്ടും മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള മാർക്കറ്റിൽ കറക്ഷൻസ് ഉണ്ടാകുമ്പം നല്ല വാലുവേഷനിൽ കിട്ടുന്ന നല്ല സ്റ്റോക്കുകൾ, ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് ഓപ്പർച്യൂണിറ്റീസ് എടുക്കുക. അതുപോലെ തന്നെ സ്വിംഗ് ട്രേഡിംഗ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് റിസ്ക് റിവാർഡ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്ത് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും മെയിൻറ്റെയിൻ ചെയ്ത് എൻട്രീസ് എടുക്കുക. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ വീഡിയോസ് കൃത്യമായിട്ട് മനസ്സിലായെന്ന്. ഈ വീഡിയോസ് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. ഇത് എൻ്റെ അനാലിസാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ താഴെ ലഭിക്കും. അവിടെ പോയി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ.